നമസ്കാരം, ബാബുരാജാണ്. ഞാനിപ്പോൾ മസ്കറ്റിൽ റൂവിലാണുള്ളത്. റൂവിൽ നമ്മുടെ തൃശ്ശൂർ അസോസിയേഷൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ചാലക്കുടിയിൽ നിന്നും സുധീഷ് എത്തിയിട്ടുണ്ട്. ഐഡിയർ സ്റ്റാർ സിംഗറിൽ 4th സീസണിൽ പങ്കെടുത്തിട്ടുള്ള സുധീഷുണ്ട്. അപ്പോൾ സുധീഷിനോട് നമുക്ക് മസ്കറ്റിൽ വന്നിട്ടുള്ള വിശേഷങ്ങളും ഓണാഘോഷത്തെ പറ്റിയും ഒന്ന് ചോദിക്കുക. നമസ്കാരം സുധീഷ്. നമ്മുടെ മസ്കറ്റില് തൃശ്ശൂർ അസോസിയേഷന്റെ ഓണാഘോഷത്തിൽ വന്നിട്ട് മസ്കറ്റിൽ വന്ന വിശേഷങ്ങളും ഓണാഘോഷത്തെ കുറിച്ച് സത്യത്തിൽ ഓണം കഴിഞ്ഞിട്ട് നാട്ടിൽ കുറെ നാളായി. പക്ഷെ നമുക്ക് പ്രവാസികളുടെ പരിപാടിക്ക് വരുമ്പോൾ ഈ ഓണപ്പുറത്ത് ഇരുന്നിട്ടില്ലേ, മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഇങ്ങനത്തെ പ്രോഗ്രാമിനെ പങ്കെടുപ്പിച്ചാലും നമ്മുടെ തൃശ്ശൂർ, ഞാൻ ചാലക്കുടിയാണ്, പക്ഷെ തൃശ്ശൂരിലുള്ള എല്ലാവരും തൃശ്ശൂർ കൂട്ടായ്മയിൽ എന്നെ പങ്കെടുപ്പിച്ചൊരു നന്ദിയുണ്ട്. പക്ഷെ ഈ പരിപാടി ഭയങ്കര വൈബാണ്. നമ്മള് ഒരു പ്രോഗ്രാമിന് നമ്മൾ നാട്ടിൽ ചെയ്യണേലും ഭയങ്കര എനർജി ആയിരിക്കും ഇവർക്ക്. നമ്മൾ ചെയ്ത് നിൽക്കുമ്പോൾ ആ ഫീൽ ചെയ്യും. നമ്മൾ പാട്ട് പാടുമ്പോൾ തന്നെ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ്, നമ്മൾ പാടുമ്പോൾ അവരെ കമന്റ്സ്, ഇതൊക്കെ നമുക്ക് വേണ്ടത്. അപ്പൊ അടിപൊളിയായിരുന്നു പരിപാടി, തകർത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓണം ഇനി പറയണില്ല, അടിച്ചു പൊളിച്ച് എല്ലാവരും തകർത്തു. താങ്ക് യു സോ മച്ച്. അതെ, ഓണം മസ്കറ്റ്. താങ്ക് യു. ഷമീർ ഷാ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ, എല്ലാ ചാലക്കുടി ബേസ് ആയിട്ടുള്ള മണിച്ചന്റെ പാട്ടുകൾ, നമ്മുടെ ഹരിനാരായണ ചേട്ടന്റെ, അവരൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇവരൊരു ടീമായി കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു ബെൽറ്റ് ഉണ്ടാക്കാൻ ഒരു പണിയാണ്. ഞാൻ ഇപ്പൊ അടുത്തൊരു ചെറിയൊരു ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ കുറച്ച് ശ്രമിച്ചായിരുന്നു. പക്ഷെ അത് ഭയങ്കര പ്രാവർത്തികമായ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ലക്കാണ്, ആക്ച്വലി മലയാളി എന്നുള്ളത് ലക്കാണ്. താങ്ക് യു, എല്ലാവർക്കും സന്തോഷം. ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതല്ലേ നല്ലത്. ആസ് എ ആർട്ടിസ്റ്റ് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവണം, എന്നാലും നമുക്ക് ഇൻകം അല്ലെങ്കിൽ അതാണ് നമ്മുടെ വരുമാനം. അപ്പൊ നമുക്ക് ഇനി കാണാം. താങ്ക് യു ചേട്ടാ.